ഇന്നത്തെ വീഡിയോയിലെ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു റിഗ്രറ്റിനെ പറ്റി പറയാൻ, ഏറ്റവും വലുത് അല്ല, വൺ ഓഫ് ദ റിഗ്രറ്റിനെ പറ്റി പറയണം. അപ്പൊ എനിക്ക് ഉണ്ടായ ഒരു റിഗ്രറ്റ് എന്താന്ന് വെച്ചാൽ, പണ്ട് ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, ഇയറും വയസ്സൊന്നും പറയുന്നില്ല, 3ാം ക്ലാസ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, ഒരു 8ാം ക്ലാസ് 8 വയസ്സ് 9 വയസ്സുള്ള ആ ടൈമിൽ എൻ്റെ അമ്മ സാധാരണ എല്ലാവരെയും പോലെ ക്ലാസിക്കൽ ഡാൻസ് പഠിപ്പിക്കാൻ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്ത് കൊണ്ടേ ചേർത്തു. അത് സൺഡേ വീക്ക്ലി വൺസ് എന്നുള്ള ടൈമായിരുന്നു. 3 മണി തൊട്ട് 4 മണി വരെ 5 മണി വരെ എന്തോ ആയിരുന്നു സമയം, എനിക്ക് അത്ര ഓർമ്മയില്ല. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള 1-2 ഫ്രണ്ട്സ് കൂടിയുണ്ട്. അപ്പം ഞാൻ ആദ്യം ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകും, ഓളക്കൂട്ടു, ആടുന്ന് വേറൊരു വീട്ടിൽ പോകും, ഓളക്കൂട്ടു. നമ്മളിങ്ങനെ വരിയായിട്ട് ക്ലാസ്സിലെത്തും. കറക്റ്റ് അന്നത്തെ ദിവസം ഞാൻ കൂട്ടണ്ടോളും, ഓളും ഞാനും പോയിട്ട് വേറൊരുത്തിനെ കൂട്ടണ്ടോളും. ടോട്ടൽ 2 ആൾക്കാർ അന്ന് വന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു, എൻ്റെ അമ്മ പൈസ എല്ലാം കൊടുക്കുന്നില്ല, അച്ഛനും അമ്മയും കൂടി പൈസ കൊടുക്കുന്ന, അപ്പം നമുക്ക് എന്തായാലും ക്ലാസ്സിന് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ക്ലാസ്സിന് പോകുന്നതാണ്. ക്ലാസ്സിന് പോയിട്ട് പകുതി വഴി എത്തിയപ്പോൾ അന്ന് ഞാൻ ഇട്ടേക്കുന്നത് ഡാൻസ് ക്ലാസ്സിനുള്ള ഡ്രസ്സല്ല, അതിന് പകരം ഒരു വൈറ്റ് ചുരിദാറായിരുന്നു, ഒരു വൈറ്റ് പാൻറ്റും ഒരു ഗ്രീൻ കളറ് ടോപ്പുമായിരുന്നു അന്ന് ഇട്ടിട്ടുണ്ടായിരുന്നത്, ഒരു വൈറ്റ് ഷോളും ഇങ്ങനെ കെട്ടാനൊക്കെ വേണ്ടിയിട്ട്. അതിട്ടിട്ട് കറക്റ്റ് ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോഴത്തേക്കും ഒരാട് കറക്റ്റായിട്ട് വന്നിട്ട് ആ ബസ് സ്റ്റോപ്പിൽ അത്രയോ ആൾക്കാരുണ്ടായിട്ട് കറക്റ്റ് എന്നെ തന്നെ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് ഈ ആടനെ ഓടിപ്പിക്കാൻ തുടങ്ങി. PT ഉഷ പോലും അന്ന് അത്രയും കിലോമീറ്റർ സ്പീഡിൽ ഓടിയിട്ടുണ്ടാവില്ല. ഞാൻ തിരിച്ച് വീട്ടിലെത്തി കരഞ്ഞ് വിളിച്ച്, ഇനി എനിക്ക് ഡാൻസ് ഇടാൻ പറ്റില്ല, എന്ത് ചെയ്താലും ഞാൻ ഇനി ഡാൻസ് ഇടുമല്ലോ എന്ന് പറഞ്ഞിട്ട് ആ കരഞ്ഞ് അലമ്പാക്കി ഒന്ന് ഞാൻ ഡാൻസ് ക്ലാസ് അവിടെ ഡ്രോപ്പ് ചെയ്തു. ക്ലാസിക്കൽ ഡാൻസ് ആയിരുന്നേ. അപ്പോൾ അന്ന് ഭയങ്കര പേടിച്ചു. എനിക്കാണെങ്കിൽ ഈ ആട്, കോഴി, പൂച്ച, നായ, ഈ മാതിരി ഒരു വസ്തുക്കളും എനിക്കിപ്പോഴും ഇഷ്ടമല്ല, അപ്പോഴും ഇഷ്ടമല്ല അല്ല, പേടി കാരണം. അപ്പം അങ്ങനെ ക്ലാസിക്കൽ ഡാൻസ് പഠിക്കണം എന്നുള്ള ആഗ്രഹം മനസ്സിൽ അന്ന് പേടി കാരണം അത് സ്റ്റോപ്പായി. പക്ഷെ ഇപ്പം തോന്നിയ ഏറ്റവും വലിയൊരു ഇതെന്ന് വെച്ചാൽ അന്ന് അത് പഠിച്ചാൽ മതിയായിരുന്നു എന്നുള്ളൊരു തോന്നൽ മനസ്സിൽ എപ്പോഴും ഉണ്ട്. അതുപോലെ എപ്പോഴെങ്കിലും പഠിക്കാൻ പറ്റുമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഇപ്പോഴും നായിനെയും കോയിനെയും പൂച്ചേനെയൊക്കെ പേടിയുള്ളത് കൊണ്ട് അറിയില്ല. എന്നാലും ഏറ്റവും വലിയൊരു വിഷമം ചിന്തിക്കുമ്പോൾ അന്ന് അതെനിക്ക് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അരങ്ങേറ്റമൊന്നും കഴിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു ചിന്തയാണ് എപ്പോഴും മനസ്സിലുള്ളത്. എന്നാൽ ആ ആട് ഇത്ര ആൾക്കാരുണ്ടായിട്ട് എന്നെ മാത്രം പോയിന്റ് ചെയ്തിട്ട് ഓടിച്ചത് എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. ഇനി ഞാൻ പച്ച ഡ്രസ്സ് ഇട്ടിട്ട് വല്ല പ്ലാവിലെയോ മാവിലെയോ നടന്നു പോകുന്നതായിട്ട് ആടിന് തോന്നിയിട്ടാണോ എന്ന് വരെ എനിക്ക് ചിന്തിച്ചിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും